But I've known you too long. It hurts to watch your blue eyes fade to gray as you fade away. As you fade away. Yeah, I'm about to fade away. Cause every time I wake up I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden I don't look at anything the same way. Gotta build up my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient. നിന്റെ കല്യാണം അടുത്ത് വരില്ലടാ, അതുകൊണ്ട് കുറച്ചൊക്കെ പക്വത വേണ്ടടാ നിനക്ക്. എന്ത് പക്വത? നിന്റെ ആദ്യ രാത്രിയിൽ ഫസ്റ്റ് നൈറ്റിൽ ഈ സാധനം തന്നെ വെച്ചോണ്ടിരിക്കും. കഷ്ട അതേ കിടക്കണം. And the lows, no, you'll never be the same. I don't really wanna hurt you, but I can't control the pain. If you're sticking by my side, maybe we should be okay. Okay, maybe you could be the change. ഈശ്വരന്റെ വീരസാഹസിക കഥകൾ പറയും. പക്ഷെ ഒറ്റ കണ്ടീഷൻ, 1000 തവണ പറഞ്ഞ കഥകൾ പിന്നെ പറയാൻ സമ്മതിക്കില്ല. ഹരി, ഞാനിപ്പോ ആലോചിക്കുന്നതേ, നീ എങ്ങനെയാ ഈ കമ്പനിയുടെ മാനേജറായി എന്നുള്ളതാണ്. അത് വിശ്വടം പറയും. നിങ്ങളെ പോലെ പഴയ കഥകൾ പറഞ്ഞിരിക്കാനുള്ള പ്രായം എനിക്കായിട്ടില്ല. ഐ എം ടു യങ്. അപ്പോ എനിക്ക് പ്രായമായി എന്നാണോ പറയുന്നത് നീ? ഒരു മാസം ഞാൻ ജിംനാഷ്യത്തിൽ പോയാലുണ്ടല്ലോ, നിന്നെക്കാളും ഫിറ്റാകും ഞാൻ. നിന്നെക്കാളും ചെറുപ്പമായിരിക്കും. എന്റെ വിശ്വാസം എനിക്കുണ്ടല്ലോ. പാട്ട് പാടും, ഡാൻസ് ചെയ്യണം, ബീഫ് എടുത്ത് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കണം. ലൈഫ് ഈസ് ടു എൻജോയ്. ആയിക്കോ, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ നീ കുറച്ച് ഓവറാണ്. അക്കാര്യത്തില് എനിക്ക് നിന്നെ സമ്മതിക്കാൻ പറ്റില്ല. ഓക്കെ, ശരി. വിശ്വണ്ണൊരു കാര്യം ചെയ്യും. ആ മറ്റേ ശൈലജയുടെ കഥയില്ലേ, അത് പറ. അത് ഞാൻ പറഞ്ഞില്ലേ നിന്റെ അടുത്ത്? അവള് പറഞ്ഞില്ല, പകുതിയിൽ വെച്ച് നിർത്തുക ചെയ്ത്. ഫുള്ള് തീർത്തുണ്ടായിരുന്നു. ഓ, ബീഫ് കഴിയാനായല്ലോ. ഇത്രയും പെട്ടെന്ന് തീർത്താ? വേണ്ട, നീ നാളെ നാട്ടിൽ പോകണ്ട. നമുക്ക് നാളെ ഒരു സ്ഥലം വരെ പോയാലോ? എവിടെ? പുത്തൂര് നല്ല പോത്തിറച്ചി കിട്ടുന്ന സ്ഥലമുണ്ട്. ഓ, ഓക്കെ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, രാവിലെ നേരത്തെ പോണം. പുത്തൂരിന്ന് കുറച്ച് ഉള്ളിലേക്ക് പോകാനുണ്ട്. ഓക്കെ. അപ്പൊ ഒരു 4:30 മണിക്ക് എങ്കിലും ഇവിടെ നിന്ന് പോകാനായിട്ട് ഉള്ളൊരു പരിപാടി ആസൂത്രണം. 4:30 പുറപ്പെടണം അല്ലേ? അപ്പൊ നമുക്ക് ഇറച്ചി വാങ്ങിച്ചിട്ട് വരുന്ന സമയത്ത് നടത്തവും കഴിഞ്ഞിട്ട് വരാം. ബെസ്റ്റ് ഐഡിയ, സൂപ്പർ ഐഡിയ. നീ അതില് അലാറം സെറ്റ് ചെയ്യാം. 4:30 മണിക്ക് ഇപ്പൊ തന്നെ അലാറം സെറ്റ് ചെയ്യാം. യെസ്, അലാറം സെറ്റ് ചെയ്തിട്ട്. ഓക്കെ. പിന്നെ ഞാൻ ആ ചെവിയിലെടുത്ത് വെച്ചു. നിനക്ക് കഥ കേൾക്കണ്ടേ? Stay strong and fake a smile until I look away. എന്ത് പറ്റിയടാ വണ്ടിക്ക്? വല്ല കംപ്ലൈന്റ് പോയാ? പെട്രോള് കഴിഞ്ഞു തോന്നുന്നു. അപ്പൊ ഇന്നലെ നീ രാത്രി അടിക്കാൻ പോയില്ലേ? ഇന്നലെ രാത്രി ഞാൻ അടിച്ചില്ല.
സാധനം മേടിക്കാനുള്ള തെറ്റ്. ഒരു കാര്യം ചെയ്യും, ഞാനത് ചിരിച്ചോട്ടെ. ചരിക്കാൻ നിൽക്കണ്ട നീയേ, വണ്ടി ചരിക്കണ്ട, വണ്ടി സൈഡായി ഒതുക്കുന്നുണ്ട്. അത് നടക്കേണ്ട ദൂരം ഇവിടെ നിന്ന് എത്ര ദൂരം ഉണ്ട്? കുറച്ച് ദൂരമുള്ളൂ, നടക്കേണ്ട ദൂരമുള്ളൂ. ആണോ? അതെ, അവിടെ നീ വണ്ടി ഇവിടെ ഒതുക്കി. ഇവിടെ സൈഡ് ഒതുക്കി വെച്ചാൽ പോരാ. ഇനി നമ്മളങ്ങനെ തിരിച്ചു പോകും. അത് കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും വണ്ടിക്കാരുണ്ടാവുമല്ലോ, ഞാൻ അവരൊപ്പം പോയിട്ട് പെട്രോൾ അടിച്ചുകൊണ്ടിരാം. വിഷയുടെ ഇവിടെ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്താൽ മതി, നമുക്ക് ഒരുമിച്ച് പോവാം. നിനക്കെല്ലാം നിസ്സാരമാണല്ലോ അല്ലേ? ആയിട്ടില്ലല്ലേ? എത്ര കിലോ വേണ്ടി വരും? ഒരു 2 കിലോ, 2 കിലോ മതി. പച്ചക്ക് മുറിച്ചെന്നാ മതിയാ? 2 കിലോ. വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. 5 മണിക്ക് വായോ? എന്താ അയാൾ 5 മണിക്ക് വരാൻ പറഞ്ഞത്? ഞാനും അത് തന്നെ ആലോചിക്കുന്നു. സമയം എത്രയായി നോക്ക്. സമയം നോക്ക്, സമയം എത്രയായി നോക്ക്. 3 മണി. എൻ്റെ കയ്യിലും 3 മണിയാ കാണിക്കുന്നത്. ഹരി, എന്നാലും നീ ഇത്ര അലസനാവാൻ പാടില്ല കേട്ടാ. ഞാൻ പറയുമ്പോ നീ ദേഷ്യം വിചാരിച്ചിട്ട് കാര്യമില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്ത് ചെയ്യണ്? ആ കുന്ത്രാണ്ടവും ചെവി വെച്ചിട്ട് അവിടെ ഇവിടെ അങ്ങനെ ഇരുന്നോ? അത് ഞാൻ എടുത്തിട്ടില്ല. വയ്യടാ. ഈ പാതിരിക്ക് ഈ പെരുവഴി കിടക്കേണ്ട വല്ല കാര്യമില്ല.
അലക്കിട്ടാ. അയാളൊരു മുരടല്ലേ? മുരടനായാലും എന്താ, സൂപ്പർ ഇറച്ചി കിട്ടിയില്ലേ? ആ, അത് ശരിയാ. അയാൾ ആദ്യത്തെ ജാടയൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നീ ഇതൊന്ന് പിടിച്ചടാ. എന്തേ? എന്തോ ഒരു പ്രശ്നം പോലെ. അതെ അല്ലേ? നമുക്കിതൊന്ന് കളഞ്ഞാലോ, ഒഴിവാക്കിയാലോ? കളഞ്ഞോ? പേടിയാവോ വിഷോട്ടാ? നീ എണീറ്റില്ലേ? എന്തു പറ്റി? നല്ല ചൂടുണ്ടല്ലോടാ. പനി പിടിച്ച? നീ ഇന്നലെ നന്നായി പേടിച്ചുല്ലേ? അതെ വിഷോട്ടാ, അമ്മ എപ്പോഴും പറയാറുണ്ട് പൂത്തിന് കാലന്റെ ചായയെന്നോ. എടാ, അതൊന്നും കുഴപ്പമില്ലടാ. എന്താടാ അത്, കുട്ടികളെ പോലെ.